ഇപ്പോൾ കെ എസ് രാമൻ ഗവൺമെൻറ് വൻ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലേത്. ഇപ്പോൾ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ പാളയത്തിൽ തന്നെ പട എന്ന് പറഞ്ഞ പോലെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാകും എന്ന രീതിയിലാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള സ്റ്റീറ്റിംഗ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റീറ്റിംഗ് ഈ ഒരു ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ അതായത് പലരും പറയുന്നത് അടുത്ത പ്രധാനമന്ത്രി ആവാനുള്ള സ്റ്റീറ്റിങ്ങിൻ്റെ ശ്രമമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്നാൽ പക്ഷേ ഈ ഒരു ആരോപണങ്ങൾ സ്റ്റീറ്റിംഗ് തീർത്തും നിഷേധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആരോപണം രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും ഒന്ന് പെട്ടെന്നുണ്ടായതുമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാ വെച്ചെങ്കിൽ ജനപ്രീതി ഇല്ലായ്മ തന്നെയാണ്. കെയർ സ്റ്റാമർ ഗവൺമെന്റാണ് UK-യിലെ ഏറ്റവും ജനപ്രീതി കുറഞ്ഞ ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിനെതിരെയുള്ള കൊച്ചു പ്രശ്നങ്ങളും അതേപോലെ തന്നെ ചെറിയ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയുള്ള റിഫോം പാർട്ടിയുടെയൊക്കെ വിജയങ്ങളും മറ്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെയുള്ള പരാജയമൊക്കെ ലേബർ പാർട്ടി വലയ്ക്കുന്നുണ്ട്. അപ്പോൾ ലേബർ പാർട്ടിയുടെ ചില MP-മാർക്ക് ഇതിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ അസ്വസ്ഥരാണ് എന്നും പറയപ്പെടുന്നുണ്ട്.